ഹലോ ഫ്രണ്ട്സ്, ഞാനതിങ്ങനെ കൊതിയോടെ ഇങ്ങനെ മെല്ലനെ എടുക്കുന്നതെന്നല്ല നിങ്ങളിങ്ങനെ നോക്കുന്നത്. വേറെ ഒന്നുമല്ല കേട്ടോ, നല്ല അടിപൊളിയായിട്ടുള്ള ചോക്കോ ലാവ കേക്കാണ്. അപ്പോൾ ഇത് ചൂടോടെ തിന്നുമ്പോൾ കുറച്ച് ആർത്തി കൊണ്ട് ഞാൻ ഇങ്ങനെ ചൂടോടെ കഴിക്കാമെന്ന് വെച്ചപ്പോൾ വായുപൊള്ളി. പിന്നെ കഴിച്ച് നോക്കി, എന്താണെന്ന് വെച്ചാൽ ക്ഷമയില്ല. പക്ഷേ ഈ സാധനം ചൂടോടെ കഴിക്കുമ്പോഴാണ് ആ ഒരു ടേസ്റ്റ് കറക്റ്റ് കിട്ടുള്ളൂ. മുട്ടയൊന്നും ചേർക്കാണ്ട് ഇൻസ്റ്റൻ്റായിട്ട് പെട്ടെന്ന് ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഈ ഒരു റെസിപ്പി നമുക്ക് കണ്ടോക്കിയാലോ. ആദ്യം തന്നെ നമുക്ക് ഡ്രൈ ആയിട്ടുള്ളൊരു ബൗൾ എടുക്കാം. അതിലേക്ക് 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി വേണ്ടത് പഞ്ചസാര പൊടിച്ചതാണ്. ഞാനിപ്പം 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് രണ്ടും കൂടി നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ. സാധാരണ വിസ്കോ അല്ലെങ്കിൽ ഒരു ഫോർക്കോ സ്പൂണോ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ കണ്ട ഓയിലും പഞ്ചസാര പൊടിച്ചത് നല്ല പോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇളം ചൂടുള്ള പാൽ, 1/2 കപ്പ് ഇളം ചൂടുള്ള പാലും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ. അതിന് ശേഷം നമുക്കൊരരിപ്പ വെക്കാം അതിൻ്റെ മേലിൽ. എന്നിട്ട് 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. 4 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിത് ഒരു തവണ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് അരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ അരിച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിൻ്റെ മേലെ തന്നെ അരിച്ചെടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ. നമ്മൾ കുത്തി ഇളക്കാണ്ട് മെല്ലനെ സ്ലോലി ആയിട്ട് നമ്മളിത് മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ സ്പീഡിൽ കാണിക്കുന്നതുകൊണ്ടാണ് സ്പീഡിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നത് കാണിക്കുന്നത്. മെല്ലനെ നമുക്ക് ഫോൾഡ് ചെയ്യാം. അപ്പോൾ കണ്ടാ നല്ല സ്മൂത്തി ടെക്സ്ചറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതാ ഈ ഒരു ബാറ്ററായിട്ട് നമ്മൾ നല്ല ചോക്ലേറ്റ് ആയിട്ടുള്ള ബാറ്റർ കിട്ടും. അതിന് പണിയൊന്നുമില്ല കേട്ടോ. അതിന് സ്റ്റീലിൻ്റെ ഒരു ബൗൾ എടുക്കുക. ആ ബൗളിൻ്റെ മേലിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുക കേട്ടോ, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഒരു വലുപ്പത്തിലുള്ള സ്റ്റീലിൻ്റെ ബൗളാണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഞാൻ ബട്ടർ പേപ്പർ ഒന്ന് വിരിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ബാറ്റർ ഫുള്ളായിട്ട് തന്നെ ഒഴിക്കുക. അതിന് ശേഷം ഞാനിപ്പോൾ മിൽക്ക് ചോക്ലേറ്റ് ആണ് എടുത്തിട്ടുള്ളത്, കോമ്പൗണ്ട് ചോക്ലേറ്റ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറി മിൽക്കോ അല്ലെങ്കിൽ ഒരുപാട് ചോക്ലേറ്റ് അവൈലബിൾ ആണല്ലോ, അതിലേത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഡാർക്കായാലും മിൽക്കായാലും ഒന്നും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത് നമുക്ക് റൂം ടെമ്പറേച്ചറിലുള്ളത് എടുക്കണം കേട്ടോ. എന്നിട്ട് ഇതാ ഇതിൻ്റെ മേലിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് എത്ര ചോക്ലേറ്റ് ആണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് വെച്ച് കൊടുക്കട്ടെ. അങ്ങനെ ഇന്ന കണക്കൊന്നൊന്നുമില്ല. എന്നിട്ട് ആ ഒരു ബാറ്ററിൽ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം കേട്ടോ, ഒരു സ്പൂണ് ഉപയോഗിച്ചിട്ട്. ഇത് വളരെ ഈസി ആയിട്ട് ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിന് നമുക്ക് ഓവനോ കാര്യങ്ങളോ ഒന്നും വേണ്ട കേട്ടോ. ഇത് നമ്മൾ വെറും ഗ്യാസ് സ്റ്റൗവിൽ നമുക്ക് വെറും സ്പൂണ് വെച്ചിട്ടല്ല നമ്മൾ ഉണ്ടാക്കുന്നത്. വേറെ മുട്ടയോ കാര്യങ്ങളോ ഒന്നും വേണ്ട. ഞാനിപ്പോൾ ഇത് ഓവനില്ലാതെ നോൺ സ്റ്റിക്കിൻ്റെ പാനിലാണ് ഇത് ഒരു 25 മിനിറ്റ് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തിട്ടുണ്ട്, ലോ ഫ്ലെയിമിൽ. അപ്പോൾ 25 മുതൽ 30 മിനിറ്റ് വരെ നമുക്ക് കുക്ക് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇടയ്ക്ക് വെന്തോ നോക്കാനൊന്ന് കുത്തി നോക്കിയിരുന്നു കത്തിനെ കൊണ്ട്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. തൊട്ട് നോക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഡീമോൾഡ് ചെയ്തിട്ട് കഴിക്കാം കേട്ടോ. അപ്പോൾ ഇത് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ ഒരു ഇളം ചൂടോടെയെങ്കിലും നമ്മളിത് കഴിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോഴാണ് ആ ഒരു ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ നല്ലോണം കിട്ടുള്ളൂ, അല്ലെങ്കിൽ കട്ട പിടിച്ചിട്ടുണ്ടാവാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ആ ഒരു രീതി ഉണ്ടല്ലോ, അതുപോലത്തെ കേക്കാണ്. ആർക്കും ഉണ്ടാക്കാം കേട്ടോ. കേക്കിൻ്റെ ABCD അറിയാത്ത ആർക്കും ഇത് ഉണ്ടാക്കാം കേട്ടോ. ഇപ്പോൾ മക്കളൊക്കെ വൈകുന്നേരം സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയത്ത് നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു സർപ്രൈസ് ആവും, ഭയങ്കര ഇഷ്ടമാകും. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ചോക്ലേറ്റ് അലിഞ്ഞിട്ടുണ്ടെന്ന് ഇതിനകത്ത് വീഡിയോയിൽ കാണിക്കാൻ പറ്റുന്നില്ല, ഞാനിപ്പോൾ ഇങ്ങനെ പിടിച്ചുകൊണ്ട്. പക്ഷേ എൻ്റെ സ്പൂണിൻ്റെ മേലെ നല്ലോണം വന്നിട്ടുണ്ട് കേട്ടോ, നല്ല മെൽട്ടായിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ടൈപ്പ് വീഡിയോസാണ് വേണമെന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രം ബനുസ് വേൾഡ്. താങ്ക് യു.